ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ആഷസ് ടൈംസ്. നമ്മൾ ഇന്നോടൊരു അടിപൊളി ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 4 ടൊമാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇച്ചിരി പഴുത്തതാണ്. 4 സവോള ഇടത്തരം സൈസിലുള്ളത്, ഒരു 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്, മുളക് പൊടി, കുറച്ച് വെളിച്ചെണ്ണ. അപ്പോൾ ഇത്രയും സാധനമാണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ടൊമാറ്റോയും സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇവിടെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവോള കുറച്ച് കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത്. അത് ഏകദേശം ഈ സൈസിലാണ് അരിഞ്ഞിരിക്കുന്നത്. ടൊമാറ്റോയും അതുപോലെ തന്നെയാണ്, ചെറിയ സൈസിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. കടുക് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതിനകത്ത് സവാള ഇട്ട് കൊടുക്കാം. കൂടെ കറിവേപ്പിലയും കൂടെ ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്ത് വേഗം വഴന്ന് വരും. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കാം. ഇതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കുക. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് അടച്ച് വേവിക്കണം. അപ്പോൾ ഒന്ന് അടച്ച് വയ്ക്കാം. നന്നായിട്ടൊന്ന് നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ചേരാൻ വേണ്ടിയിട്ടാണ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ മീതെ നല്ലോണം തെളിഞ്ഞ് കാണാം. ഇനി നമുക്ക് ഇതിനകത്ത് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നേരത്തെ നമ്മൾ ഇട്ടിട്ടുണ്ട്. നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടെ ചേർക്കാം. നന്നായിട്ട് ഇളക്കുക. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഇത് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വയ്ക്കാം. നല്ലോണം തണുക്കണം. ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് മിക്സിയിൽ. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ്. ദോശയ്ക്കും ഇഡ്ഡലിയുടെയും ചപ്പാത്തിയുടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. യാത്ര പോകുമ്പോഴത്തേക്കൊക്കെ നമുക്കിത് ഉണ്ടാക്കിക്കൊണ്ട് പോകാം. ഒരു 2 ദിവസമൊക്കെ ഫ്രിഡ്ജിലല്ലാതെ ഇരിക്കും. അത് കേടാവത്തില്ല. നമ്മൾ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ കേടാവത്തില്ല. അധികം ഇട്ട് ഇളക്കാതിരുന്നാൽ മതി, കേടാവത്തില്ല. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോഴേ ഞാൻ ഫ്യൂച്ചേഴ്സിലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. താങ്ക് യു ഓൾ.